നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തുടർച്ചയായ 4-ാം ദിവസവും കോവിഡ് കേസുകൾ 30,000-ന് മുകളിൽ. 31,265 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,67,497 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ DPR 18.67%. 21,468 പേർ രോഗമുക്തി നേടി. 153 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 20,466 ജില്ലയിലും രോഗികളുടെ എണ്ണം കുറവില്ലാതെ തുടരുന്നു. 3,199 പേർക്കാണ് രോഗം ബാധിച്ചത്. 18.83% DPR രേഖപ്പെടുത്തി. 302 പേർ കൂടി രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 2,023 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. താനൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ആലഞ്ചുവട് നിവാസികളുടെ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. താനൂർ 3 സ്റ്റാർസ് ചന്ദ്രന്റെ കുടുംബം റോഡിനാവശ്യമായ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതോടെയാണ് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. വിട്ടു നൽകിയ ഭൂമിയുടെ രേഖ കായിക മന്ത്രി വി അബ്ദുറഹ്മാന് കുടുംബം കൈമാറി. റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കേരളത്തിന്റെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. തിരു അർബൻ സഹകരണ ബാങ്ക് പട്ടണനടക്കാവ് ബ്രാഞ്ച് നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരൂർ നഗരസഭ 7-ാം വാർഡിലെ പൈങ്ങോട്ടുപാടം കൊട്ടുവാല ഇടവഴി റോഡ് വീതികൂട്ടൽ പ്രവൃത്തി ഉദ്ഘാടനം കൗൺസിലർമാരായ പ്രസന്ന പയ്യാപ്പന്തയും എം അബ്ദുറഹ്മാൻ എന്ന ഭാവയും ചേർന്ന് നിർവഹിച്ചു. പൊന്നാനിയിൽ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന മധ്യവയസ്കന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. പൊന്നാനി സ്വദേശി രാജന്റെ മൃതദേഹമാണ് മാരമറ്റം ചീർപ്പ് പാലത്തിന് സമീപം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ കാണാതായ രാജൻ കുണ്ടുകടവ് പാലത്തിൽ നിന്നും ചാടിയതായി സംശയമുയർന്നിരുന്നു. തിങ്കളാഴ്ച വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരയിൽ പദ്ധതി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വയുടെ നേതൃത്വത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിവേദനം നൽകി. ചരിത്രരേഖകളിൽ നിന്നും വാഗൺ കൂട്ടക്കുരുതിയിൽ രക്തസാക്ഷികളായവരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ തിരൂരിൽ പ്രകടനം നടത്തി. കോരങ്ങത്ത് ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഹിമാലയ സാഹസിക സൈക്കിൾ യാത്രികന് സ്വീകരണം നൽകി. ഒടൂർ മുളമുക്കിൽ ശ്രീയുടെയും ആശാവർക്കറായ പ്രഭയുടെയും മകനായ ശ്രീജിത്ത് മുളമുക്കിലാണ് 4-അംഗ സംഘത്തോടൊപ്പം യാത്ര തിരിക്കുന്നത്. യുണൈറ്റഡ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബ് IAയ സംഘടിപ്പിച്ച സ്വീകരണ സംഗമം MK കുഞ്ഞേനി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.